ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഈശോപനിഷത്ത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ പ്രണാമം മാതാജി. നമ്മള് മന്ത്രം ധ്യാന മന്ത്രം കണ്ടു. 1, 2, 3 അല്ലെ, 3 മന്ത്രം കൂടി കണ്ടു അല്ലെ. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ധ്യാന മന്ത്രത്തിൽ എന്താ കണ്ടത്? ഭഗവാൻ സത്യവും പൂർണ്ണവുമാണ്. ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം പരിപൂർണങ്ങളാണ്. പൂർണ്ണതയിൽ നിന്നും ഉണ്ടാകുന്നതെല്ലാം സ്വയം പൂർണ്ണങ്ങളാണ്. ഭഗവാൻ സമ്പൂർണനായതുകൊണ്ട് ഭഗവാനിൽ നിന്നും എത്ര പൂർണ്ണങ്ങൾ ഉണ്ടായാലും ഭഗവാൻ സമ്പൂർണനായിട്ട് അവശേഷിക്കുന്നത് കണ്ടു അല്ലെ. ഒന്നാമത്തെ മന്ത്രത്തിൽ എന്ത് കണ്ടു? സർവചരാചരങ്ങളും ഭഗവാന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഒരുവൻ അവനവന് അർഹപ്പെട്ടത് മാത്രം സ്വീകരിക്കാൻ മറ്റുള്ളവരുടെ ജനാഗ്രഹിക്ക് എടുക്കാനും പാടില്ല. രണ്ടാമത്തെ മന്ത്രത്തിൽ എന്താ കണ്ടത്? ഭഗവാൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ നൂറുകണക്കിന് വർഷങ്ങൾ നമുക്ക് ജീവിക്കാം. കർമ്മബന്ധനങ്ങൾ നമ്മെ തളയ്ക്കുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറൊരു വഴിയില്ല. മൂന്നാമത്തേല് ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കാത്തവർ അജ്ഞാനവും അന്ധകാരവും നിറഞ്ഞ ലോകങ്ങളിൽ എത്തിച്ചേർന്നു. അതുവരെ നമ്മൾ പഠിച്ചു. അതായത് ധ്യാന മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞു ഭഗവാൻ പൂർണ്ണമാണ്, പരമസത്യമാണ്. ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം പരിപൂർണങ്ങളായിരിക്കും. ഈ പൂർണ്ണതയിൽ നിന്ന് എത്ര പൂർണ്ണങ്ങൾ ഉണ്ടായാലും ഭഗവാൻ അപ്പോഴും എങ്ങനെ തന്നെ അവശേഷിക്കും? സമ്പൂർണനായിട്ട് തന്നെ അവശേഷിക്കും. ധ്യാന മന്ത്രത്തിൽ നമ്മൾ കണ്ടു. ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഭഗവാന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുള്ളതാണ്. ഭഗവാൻ ഓരോരുത്തർക്കും നീക്കി വെച്ചിരിക്കുന്ന അവിഹിതം മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരുടെ ധനം ആശിക്കാൻ പാടില്ല എന്നുള്ളത് ഒന്നാമത്തെ മന്ത്രത്തിൽ കണ്ടു. അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചു പോവാണെങ്കിൽ നൂറുകണക്കിന് വർഷം നമുക്ക് ഈ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കാൻ സാധിക്കും. കാരണം നമ്മൾ എന്തിൽ വരുന്നില്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. മൂന്നാമത്തെ പറഞ്ഞു ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കാത്ത ആരായാലും എന്ത് ചെയ്തേ പറ്റൂ? അന്ധകാരം നിറഞ്ഞ അജ്ഞാനം നിറഞ്ഞ ലോകങ്ങളിലേക്ക് എത്തിച്ചേർന്നേ മതി അല്ലെ. ഇത്രയും 4 എണ്ണം എല്ലാവരും പഠിച്ചോ? മനസ്സിലായോ എല്ലാവർക്കും? ഇനി അടുത്ത നാലാമത്തെ മന്ത്രമാണ് നമ്മൾ നോക്കുന്നത് ഇന്ന്. നാലാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ഏതാണിത്? ഈശോപനിഷത്ത് നാലാമത്തെ മന്ത്രത്തില് പറയുന്നത് ഭഗവാന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഭഗവാന്റെ മഹത്വം ആണ് നാലാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. 4ഉം 5ഉം പറയുന്നത് ഒന്ന് ഭഗവാന്റെ മഹത്വത്തെ കുറിച്ച്, പിന്നെ ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളെ കുറിച്ച്, പിന്നെ ആറാമത്തത് ഏതാണ്? 4ഉം 5ഉം പറയുന്നത് ഇപ്പൊ ഭഗവാന്റെ മഹത്വത്തെ കുറിച്ചും പിന്നെ ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളെ കുറിച്ചും. അപ്പൊ നാലാമത്തെ നമുക്ക് നോക്കാം. ഭഗവാന്റെ മഹത്വങ്ങൾ ഏതാണ് പറഞ്ഞ? ഓം നമോ ഭഗവതേ വാസുദേവായ. അനേജതേകം മനസോ ജവീയോ നൈനദേവ ആപ്നുവൻ പൂർവമർഷത് തഥാവതോ നാന്യതേതി തസ്മിന്നപോ മാതരിശോ ദദാതി. അനേജതേകം മനസോ ജവീയോ നൈനദേവ ആപ്നുവൻ പൂർവമർഷത് തഥാവതോ നാന്യതേതി തസ്മിന്നപോ മാതരിശോ ദദാതി. അതായത് ഇതിൽ പറയുന്നത് ഏതാണ് എന്ന് വെച്ചാൽ ഭഗവാന്റെ മഹത്വങ്ങള്. ഭഗവാൻ എങ്ങനെയാണ്? സ്വധാമത്തിലാണെങ്കിലും ഭഗവാൻ മനസ്സിനേക്കാൾ വേഗത കൂടിയവനും മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ്. അപ്പൊ ഭഗവാൻ സ്വധാമത്തിലാണെങ്കിലും മനസ്സിനേക്കാൾ വേഗത കൂടിയവനാണ്, മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനാണ്. ശക്തന്മാരായ
ദേവന്മാർക്കും അദ്ദേഹം അപ്രാപ്യൻ തന്നെ. ഒരിടത്ത് സ്ഥിതനെങ്കിലും കാറ്റിന്റെയും മഴയുടെയും മറ്റും അതിദേവകളെ നിയന്ത്രിക്കുന്നു. മഹത്വത്തിൽ അവിടുന്ന് സകലതിനെയും അതിശയിപ്പിക്കുന്നു. അപ്പൊ ഭഗവാന്റെ മഹത്വത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ സ്വധാമത്തിലാണെങ്കിലും, ഭഗവാൻ എവിടെയുള്ളത്? ഭഗവാന്റെ ധാമത്തില് ഗോലോക വൃന്ദാവനത്തിലാണെങ്കിലും മനസ്സിനേക്കാൾ വേഗത കൂടിയവനാണ്. ഇപ്പൊ നമുക്ക് മനസ്സുകൊണ്ട് നമുക്കിപ്പോ അമേരിക്കയിൽ പോയിട്ട് വരാൻ പറ്റും അല്ലെ? മനസ്സുകൊണ്ട്. അതിനേക്കാളും വേഗത്തിൽ ആര് എത്തും എന്ന് പറയുന്നത്? ഭഗവാൻ എത്തും. നമുക്കിപ്പ ടപ്പേന്ന് ചിന്തിക്കുമ്പോഴേക്കും മനസ്സുകൊണ്ട് നമുക്ക് എവിടെ പോയി? നമ്മൾ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നു. നമ്മുടെ മനസ്സ്. പക്ഷെ അതിനേക്കാളും സ്പീഡില് ഭഗവാൻ എത്താൻ സാധിക്കുന്ന പറഞ്ഞു. അപ്പൊ സ്വതാമസ്ഥനെങ്കിലും പരമപുരുഷൻ മനസ്സിനേക്കാൾ വേഗത കൂടിയവനാണ്. മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനാണ്. അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ് ഭഗവാൻ. പിന്നെ ദേവന്മാർക്ക് പോലും അങ്ങനെയാണ്, അപ്രാപ്യനാണ് ഭഗവാൻ. ദേവന്മാർക്ക് ശക്തിമത്തായിട്ടുള്ള ദേവന്മാർക്ക് പോലും പ്രാപിക്കാനായിട്ട് ഭഗവാനെ കാണാനായിട്ട് അറിയാനോ സാധിക്കുന്നില്ല. പിന്നെ ഭഗവാൻ ഒരിടത്ത് സ്ഥിതനെങ്കിലും, ഭഗവാൻ ഒരു സ്ഥലത്ത് സ്ഥിതനെങ്കിലും എങ്ങനെയാണ്? കാറ്റിന്റെയും മഴയുടെയും മറ്റും അതിദേവകളെ നിയന്ത്രിക്കുന്നു. അപ്പൊ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. മഹത്വത്തിൽ അങ്ങ് സകലതിനെയും അതിശയിപ്പിക്കുന്നു. അപ്പൊ ഇതവിടെ പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, സ്വധാമത്തിലാണെങ്കിലും മനസ്സിനേക്കാൾ വേഗത കൂടിയവനും എല്ലാവരെയും അതിശയിപ്പിക്കുന്നവനുമാണ്. പിന്നെ ദേവന്മാർക്ക് പോലും എല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കുന്നത് ആരാണ്? ഭഗവാനാണ് അല്ലെ? എല്ലാ ദേവന്മാരുടെ നിയന്താവും. പിന്നെ ദേവന്മാർക്ക് അപ്രാപ്യനാണ് ഭഗവാൻ. പിന്നെന്താണ് പറഞ്ഞത്? ഭഗവാൻ ഒരു ഇതനെങ്കിലും അല്ല, മഹത്വത്തിൽ ഭഗവാനെ സകലതിനെ അതിശയിപ്പിക്കും. നമുക്കിത് ഇപ്പൊ സ്വധാമത്തിലാണെങ്കിലും മനസ്സിനേക്കാൾ വേഗത കൂടിയവനും മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ് ഭഗവാൻ. പിന്നെ എല്ലാ ദേവന്മാരുടെ അധിപനാണ്. എല്ലാ ദേവന്മാർക്കും അപ്രാപ്യനാണ് ഭഗവാൻ. എല്ലാവരെയും നിയന്ത്രിക്കുന്നവനുമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അതെ. ദേവന്മാരുടെ അധിപനുമാണ്, എല്ലാ ദേവന്മാർക്കും അപ്രാപ്യനുമാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ മഹത്വത്തിൽ എല്ലാ സകലതിനെയും അതിശയിപ്പിക്കുന്നു. അപ്പൊ 2 പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം. അത് എന്ത് നമുക്ക് പറയാം? സ്വധാമത്തിലാണെങ്കിലും മനസ്സിനേക്കാൾ വേഗത കൂടിയവനും എല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ് ഭഗവാൻ. ഒന്നാമത്തെ പോയിന്റ്. സ്വധാമത്തിൽ നിന്നുകൊണ്ട് മനസ്സിനേക്കാൾ വേഗത്തില് സഞ്ചരിക്കുന്നവനും എല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ് ഒന്ന്. രണ്ടാമത്തത്, എല്ലാ ദേവന്മാരുടെയും അധിപനാണ്, എല്ലാവരെയും നിയന്ത്രിക്കുന്നവനാണ്, എല്ലാ ദേവന്മാർക്കും അപ്രാപ്യനുമാണ് ഭഗവാൻ അല്ലെ? അങ്ങനെ ഭഗവാന്റെ മഹത്വം എല്ലാവരെയും അതിശയിപ്പിക്കുന്നതാണ്. അങ്ങനെ ഭഗവാൻ ഒന്നും കൂടി പറയുവോ? ഹരേ കൃഷ്ണ. സ്വധാമത്തിലാണെങ്കിലും സ്വധാമസ്ഥനെങ്കിലും അല്ലെങ്കിൽ സ്വധാമത്തിലാണെങ്കിലും മനസ്സിനേക്കാൾ വേഗത കൂടിയവനും എല്ലാവരെയും അതിശയിപ്പിക്കുന്നതുമാണ് ഭഗവാൻ. അല്ലെങ്കിൽ അതിക്രമിക്കുന്നവനുമാണ് ഭഗവാൻ. സ്വധാമസ്ഥനെങ്കിലും മനസ്സിനേക്കാൾ വേഗത കൂടിയവനും എല്ലാവരെയും അതിക്രമിക്കുന്നവനുമാണ് ഭഗവാൻ. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, എല്ലാ ദേവന്മാരെ നിയന്ത്രിക്കുന്നവനും ദേവന്മാർക്ക് അപ്രാപ്യനുമാണ്. രണ്ടാമത്തെ കൂടി പറയാം. രണ്ടാമത്തത്, എല്ലാ ദേവന്മാരുടെ നിയന്താവ് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവനും എല്ലാ ദേവന്മാരുടെയും നിയന്താവും ദേവന്മാർക്ക് അപ്രാപ്യനുമാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ മഹത്വത്തിൽ സകലതിനെയും അതിശയിപ്പിക്കുന്നു. ഭഗവാന്റെ മഹത്വത്തിൽ സകലതിനെയും ഭഗവാൻ അതിശയിപ്പിക്കുന്നു. മഹത്വത്തിൽ സകലതിനെയും അതിശയിപ്പിക്കുന്നു. മഹത്വത്തിൽ അതല്ലെങ്കിൽ ഒരെണ്ണാക്കി തന്നെ എഴുതാം. ശക്തി ഭഗവാൻ എല്ലാ ദേവന്മാരുടെ നിയന്താവും ദേവന്മാർക്ക് അപ്രാപ്യനുമായ ഭഗവാൻ മഹത്വത്തിൽ സകലതിനെയും അതിശയിപ്പിക്കുന്നു. അതൊരെണ്ണാക്കിട്ട് എഴുതാട്ടോ. അപ്പൊ 2 പോയിന്റ് ഇതിൽ വരുന്നുള്ളൂ. അങ്ങനെയാവുമ്പോ സ്വധാമസ്ഥനെങ്കിലും മനസ്സിനേക്കാൾ വേഗത കൂടിയവനും മറ്റെല്ലാവരെയും അതിക്രമിക്കുന്നവനുമാണ്. ദേവന്മാരുടെ നിയന്താവും അവർക്ക് അപ്രാപ്യമായവനും മഹത്വത്തിൽ സകലതിനെയും അതിശയിപ്പിക്കുന്നവനുമാണ് ഭഗവാൻ. അങ്ങനെ എഴുതിയാ 2 പോയിന്റ് ഉണ്ടാവുള്ളൂ.
ബുക്കില് ഇതിൽ എളുപ്പമുള്ളത് അതാണെങ്കിൽ അത് പഠിക്കാം. അതല്ല ഇപ്പൊ നമ്മ പറഞ്ഞതാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓർമ്മ നിൽക്കണ ഇതില് ഇപ്പൊ സ്വതാമസ്ഥനെങ്കിലും എങ്ങനെയാണ് പറഞ്ഞ ഭഗവാൻ സ്വതാമസ്ഥനെങ്കിലും പരമപുരുഷൻ എങ്ങനെയാണ് മനസ്സിനേക്കാൾ ഭഗവാൻ സ്വതാമസ്ഥനെങ്കിലും മനസ്സിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നവനും മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ്. രണ്ടാമത്തത് ദേവന്മാർക്ക് അപ്രാപ്യനാണ്, ദേവന്മാരുടെ അധിപനാണ്. അതുകൊണ്ട് മഹത്വത്തിൽ എല്ലാവരെയും അതിശയിപ്പിക്കുന്നതാണ് ഭഗവാൻ. നമുക്ക് ഭഗവാന്റെ മഹത്വം നമുക്കൊക്കെ അതിശയിക്കുന്നതാണ് അല്ലെ. കാരണം മനസ്സിനേക്കാൾ വേഗത്തിൽ ഭഗവാൻ എത്തും. നമ്മളിപ്പോ ഭഗവാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ഭഗവാൻ എവിടെ എത്തുന്നു? ഭഗവാൻ നമ്മളെ അടുത്ത് എത്താണ്. അപ്പൊ ഭഗവാൻ എന്താണ്? അതിശയിപ്പിക്കുകയാണത്. നമ്മളെ മനസ്സിനേക്കാൾ വേഗത കൂടിയവനാണ് നമുക്കറിയാം. പിന്നെ ദേവന്മാർക്ക് അപ്രാപ്യനാണ് ഭഗവാൻ. അതുപോലെ തന്നെ ദേവന്മാരെ മുഴുവൻ നിയന്ത്രിക്കുന്നത്, കാറ്റിന്റെ മഴയുടെ അധിപനായിട്ടുള്ള ദേവതന്മാരെല്ലാവരും നിയന്ത്രിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ അങ്ങനെ ഭഗവാന്റെ മഹത്വം എല്ലാവരും അതിശയിക്കുന്നതാണ് ഭഗവാന്റെ മഹത്വങ്ങളെല്ലാം. അതാണ് 4ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. അപ്പൊ ഭഗവാൻ മഹത്വത്തിൽ എല്ലാവരെയും അതിശയിപ്പിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? മൂളൽ പോരാത്ത പോലെ സ്വതാമസ്ഥനെങ്കിൽ ഒന്നുകൂടി പറയാ. നമ്മൾ എന്താണ് പറയുന്നത്? 4ാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ഭഗവാന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. 4ാമത്തെ മന്ത്രം ഭഗവാന്റെ മഹത്വമാണ് നമുക്കിവിടെ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെയാണ്? ഭഗവാൻ സ്വധാമത്തിലാണെങ്കിലും മനസ്സിനേക്കാൾ വേഗത കൂടിയവനാണ്, മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനാണ്. പിന്നെ മറ്റ് ദേവന്മാരുടെ അധിപനാണ്, ദേവന്മാരുടെ നിയന്താവാണ്. ഭഗവാൻ സകലതിനെയും മഹത്വത്തിൽ അതിശയിപ്പിക്കുന്നവനാണ്. ഭഗവാന്റെ മഹത്വത്തില് സകലതിനെയും അതിശയിപ്പിക്കുന്നതാണ് എന്ന് പറയാം നമുക്ക്. 2 പോയിന്റ് നമ്മോട് പറഞ്ഞത്. ഒന്ന്, സ്വധാമത്തിലാണെങ്കിലും മനസ്സിനേക്കാൾ വേഗത കൂടിയവനും മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനാണ് ഭഗവാൻ. പിന്നെ ദേവന്മാരുടെ നിയന്താവാണ്. എല്ലാ ദേവന്മാർക്കും അപ്രാപ്യനായ ഭഗവാൻ മഹത്വത്തിൽ എല്ലാതിനെയും സകലതിനെയും അതിശയിപ്പിക്കുന്നു. ക്ലിയർ ആയോ ഇപ്പൊ? ഇപ്പൊ മനസ്സിലായി. സ്വതാമസ്ഥനെങ്കിലും ഭഗവാൻ മനസ്സിനേക്കാൾ വേഗത കൂടിയവനും മറ്റെല്ലാവരെയും അതിക്രമിക്കുന്നവനുമാണ്. 2ാമത്തെ പോയിന്റ്, ഭഗവാൻ ദേവന്മാരുടെ നിയന്താവാണ്. ദേവന്മാർക്കെല്ലാം അപ്രാപ്യനായിട്ടുള്ള ഭഗവാൻ മഹത്വത്തിൽ എല്ലാവരെയും അതിശയിപ്പിക്കുന്നു. പറയാൻ സാധിക്കുമെന്ന്? ഒരു പോയിന്റ് ഒരു പോയിന്റ് ഒരാൾ പറഞ്ഞാലും കുഴപ്പമില്ല. ഒന്ന് പറയാവോ? ഭഗവാൻ സ്വധാമത്തിലാണെങ്കിലും ഭഗവാൻ മനസ്സിനേക്കാൾ വേഗത കൂടിയവനും മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ്. എല്ലാ ദേവന്മാരുടെയും നിയന്താവും അധിപനും അപ്രാപ്യനുമാണ്. മഹത്വത്തിൽ സകലതിനെയും അതിശയിപ്പിക്കുന്നതുമാണ് ഭഗവാൻ. എല്ലാ ദേവന്മാരുടെയും അധിപനാണ്. പിന്നെ ദേവന്മാർക്ക് അപ്രാപ്യനാണ്. ദേവന്മാർക്ക് അപ്രാപ്യനാണ് ഭഗവാൻ. നിയന്താവെന്ന് പറയണ്ടേ മാതാജി? നിയന്താവെന്ന് പറയണ്ടേ? നിയന്താവാണ്. മാതാജി പറഞ്ഞിലേക്ക് ചെറുതായിട്ട് തോന്നിച്ചാൽ ദേവന്മാർക്ക് അപ്രാപ്യനാണ് ഭഗവാൻ. 2ാമത്തെ പറഞ്ഞ അപ്രാപ്യൻ എന്ന് പറഞ്ഞ പ്രാപിക്കാൻ സാധിക്കാത്തത്. ദേവന്മാർക്ക് അറിയാനോ പ്രാപിക്കാനോ സാധിക്കുന്നില്ല. എല്ലാ ദേവന്മാരുടെ അധിപനും ദേവന്മാർക്ക് അപ്രാപ്യനുമാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ മഹത്വത്തിൽ സകലതിനെയും അതിശയിക്കുന്നു. നിയന്താവാണ് ഭഗവാൻ. നിയന്താവുന്നുണ്ട്. ഭഗവാൻ അധിപനും നിയന്താവുമാണ്. നിയന്താവും അധിപനും അപ്രാപ്യനുമാണ് ദേവന്മാർക്ക്. നിയന്താവുണ്ട്, അപ്രാപ്യനുണ്ട്. പിന്നെ വേറെ പറഞ്ഞ അധിപൻ പറഞ്ഞിട്ടുണ്ട്. അധിപനുണ്ട് അല്ലെ? കുഴപ്പമില്ല. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം മറന്നാലും അധിപൻ ഇതിൽ പറഞ്ഞിട്ടില്ല അല്ലെ? ഇല്ല, ഇതിൽ അധിപൻ പറഞ്ഞിട്ടില്ല. അപ്രാപ്യനെ പറഞ്ഞിട്ടുള്ളൂ. അപ്രാപ്യനെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ അധിപനില്ലെങ്കിലും കുഴപ്പമില്ല. നിയന്താവും അപ്രാപ്യനുമാണ്. അപ്രാപ്യനുമാണ്. ഇപ്പൊ സകലതിനെയും അതിശയിപ്പിക്കുന്നതുമാണ് ഭഗവാൻ. മഹത്വത്തിൽ സകലതിനെയും അതിശയിപ്പിക്കുന്നവനുമാണ് ഭഗവാൻ. അപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ ഭഗവാന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വധാമത്തിലാണെങ്കിലും ഭഗവാൻ മനസ്സിനേക്കാൾ വേഗത കൂടിയവനുമാണ്. പിന്നെന്താ പറഞ്ഞത്? ഭഗവാൻ എല്ലാവർക്കും അപ്രാപ്യനാണ് ഭഗവാൻ. അങ്ങനെ മഹത്വത്തിൽ സകലതിനെയും അതിശയിപ്പിക്കുന്നതിനാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല.
എല്ലാവരെയും മഹത്വത്തില് ഭഗവാൻ എന്ത് ചെയ്യാണ്? അതിശയിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ 4ാമത്തെ മന്ത്രത്തില് പറയുന്നത്. മാതാജി, ഒരു സംശയമുണ്ട്. ഈ ദേവന്മാർക്ക് അപ്രാപ്യന്ന് എന്താ ഉദ്ദേശിച്ചത്? കാരണം ദേവന്മാര് ഭഗവാനെ ഭജിച്ചാലും ഭഗവാൻ പ്രീതിപ്പെടില്ലേ? എങ്ങനെ അത്? ദേവന്മാര് നമ്മളെ പോലുള്ള ജീവാത്മാക്കൾ തന്നെയാണ് മാതാജി. അപ്പൊ ദേവന്മാര് നമ്മളെക്കാൾ ഉയർന്ന ജീവാത്മാക്കൾ എന്നല്ലേ ഉള്ളൂ. അവര് ഭൗതിക ലോകത്തിലല്ലേ ജീവിക്കുന്നത്. അവർക്കും നമ്മളെ പോലെ തന്നെ ഭഗവാനെ ഭജിച്ച് അവർക്കും എന്തുണ്ട്? അവർക്കും പ്രാപിനല്ലല്ലോ ഭഗവാൻ. അവർക്ക് വിചാരിക്കുമ്പോ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കോ? ഇല്ല. ഭഗവാനെ അവർക്ക് സാധിക്കില്ല എന്ന് പറയുന്നില്ല. ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഭഗവാനെ കുറിച്ച് അറിയാനോ ആർക്കും സാധിക്കില്ല. എല്ലാവർക്കും അപ്രാപ്യനാണ് ഭഗവാൻ. മനസ്സിലായി. ഹരേ കൃഷ്ണ മാതാജി. മാനസിക ഊഹാപോഹങ്ങളിലൂടെ ഭഗവാനെ അറിയാൻ കഴിയില്ല. ഫസ്റ്റ് തന്നെ പറയുന്നു അല്ലെ, മാനസികമായിട്ടുള്ള ഊഹാപോഹങ്ങളിലൂടെ നമുക്ക് ഭഗവാനെ അറിയാനായിട്ട് കഴിയില്ല. ഭഗവത് കാരുണ്യത്താൽ അവിടുത്തെ ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയൂ. കാറ്റിന്റെയോ മനസ്സിന്റെയോ വേഗത്തിൽ 100 കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചാലും പരമസത്യത്തെ വളരെ വിദൂരമായി മാത്രമേ അറിയാൻ കഴിയൂ എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കില്ല. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രം ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാൻ അറിയാനായിട്ട് സാധിക്കും. കാറ്റിന്റെയും മനസ്സിന്റെയും വേഗത്തിൽ 100 കണക്കിന് വർഷം സഞ്ചരിച്ചാലും ആ പരമസത്യത്തെ നമുക്ക് വളരെ വിദൂരമായിട്ട് മാത്രമേ അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്ന് ബ്രഹ്മസംഹിതയിലും പറയുന്നുണ്ട്. അപ്പൊ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ആർക്കും സാധിക്കില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. പരമപുരുഷൻ കൃഷ്ണലോകം അല്ലെങ്കിൽ ഗോലോകം എന്നറിയപ്പെടുന്ന തന്റെ ആധ്യാത്മിക ധാമത്തിൽ സ്ഥിതനായി തന്റെ ലീലകളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഭഗവാൻ എപ്പോഴും എവിടെയാണ്? ഭഗവാന്റെ ലോകത്തേക്ക്. ഭഗവാന്റെ ലോകം ഏതാണ്? ഗോലോക വൃന്ദാവനത്തില് ആധ്യാത്മിക ധാമത്തില് ഭഗവാന്റെ ലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ആര്? ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒരിടത്ത് സ്ഥിതനെങ്കിലും തനിക്ക് തന്റെ ചൂട് പ്രകാശവും എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കാൻ കഴിയും. അതുപോലെ സ്വധാമത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ തന്റെ വൈവിധ്യമാർന്ന ശക്തിവിശേഷങ്ങളെ വ്യാപിപ്പിക്കാനും കഴിയും. അപ്പൊ ഭഗവാൻ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട്, ഭഗവാൻ എപ്പോഴും എവിടെയാണ്? ഗോലോക വൃന്ദാവനത്തിലാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ ചൂടും പ്രകാശവും എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കാനും അവിടെ നിന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ ശക്തിവിശേഷങ്ങളെ വ്യാപിപ്പിക്കാനും ഭഗവാന് കഴിയും. അപ്പൊ ഇതിനൊന്നും ഭഗവാൻ ഒരു പ്രശ്നവുമില്ല. ഭഗവാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ഭഗവാൻ എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഇന്ന് ഭാഗവതത്തിൽ കണ്ടു അല്ലെ, കുന്തിസ്തുതിയില് കുന്തി ദേവി പറയുന്നതായിരുന്നു. അതായത് കുന്തി ദേവിയുടെ മുന്നിൽ ഭഗവാൻ നിൽക്കുമ്പോഴും ഒപ്പം തന്നെ ഭഗവാൻ എന്താണ് ചെയ്തത്? ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിലുള്ള ഭ്രൂണത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ കുന്തി ദേവിയുടെ മുന്നിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. ഒപ്പം തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് അതിനെ സംരക്ഷിച്ചു. അപ്പൊ ഒരേ ഭഗവാന് മാത്രമേ ഇതൊക്കെ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ലല്ലോ. ഒരേ സമയം നമ്മളെ മുന്നിലും കാണുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അല്ലെങ്കിലും ഭഗവാൻ നമ്മുടെ ഉള്ളില് പരമാത്മാ രൂപത്തിൽ നിൽക്കുന്നു, പുറത്ത് നമ്മുടെ മുന്നിൽ കാണുന്നു. അതാണ് കുന്തിദേവി പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇത് ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ഇത്തരം ശക്തിവിശേഷങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഭഗവാന് മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇനി ഭഗവാന്റെ ശക്തികളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? അന്തരംഗ ശക്തി, തടസ്ഥ ശക്തി, ബാഹ്യശക്തി. 3 ശക്തി: അന്തരംഗ ശക്തി, തടസ്ഥ ശക്തി, ബാഹ്യശക്തി. തടസ്ഥ ശക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ജീവാത്മാക്കളെയാണ് തടസ്ഥ ശക്തി എന്ന് പറയുന്നത്. അന്തരംഗ ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ അന്തരംഗ ശക്തി രാധാറാണിയാണ്, യോഗമായയാണ്. ബാഹ്യശക്തി അല്ലെങ്കിൽ ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് ദുർഗാദേവി അല്ലെങ്കിൽ മഹാമായയാണെന്ന് പറയാം. ഇതാണ് ഭഗവാന്റെ 3 ശക്തികൾ. വായു, പ്രകാശം, മഴ തുടങ്ങിയ പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഭരിക്കുന്നതിനും ചുമതലപ്പെട്ട അതിദേവതകൾ പരമപുരുഷന്റെ തടസ്ഥ ശക്തിയിൽ പെടുന്നു. മനുഷ്യരുൾപ്പെടെ താഴ്ന്ന തരം ജീവസത്തകൾ തടസ്ഥ ശക്തിയിൽ പെടുന്നു. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ജീവാത്മാക്കളാണ്. എല്ലാ ദേവന്മാരും ആര് തന്നെയാണ്? അവരെല്ലാവരും ജീവാത്മാക്കളാണ്. അപ്പൊ അതിദേവതകൾ എന്ന് പറയുന്ന ഇത് നമ്മള് ദേവന്മാരൊക്കെയാണ് പറയുന്നത്. അതിദേവതകൾ അവരെല്ലാവരും ഏതിൽ വരുന്നതാണ്? ജീവാത്മാക്കളിൽ വരുന്നതാണ്. ഇപ്പൊ ഭഗവാൻ നമ്മൾ ഈ പറഞ്ഞ വായുദേവനുണ്ട്, ഇന്ദ്രദേവനുണ്ട്, അഗ്നിദേവനുണ്ട്. അങ്ങനെ ഓരോന്നിനെ നിയന്ത്രിക്കുന്നതിനെ ഓരോരുത്തർക്ക് ചുമതല ആരേൽപ്പിച്ചിട്ടുണ്ട്? ഭഗവാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് ആ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആ ചുമതല, അതായത് ഈ ഭൗതിക പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, ആ ഭൗതിക പ്രപഞ്ചത്തില് നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് വേണ്ട കുറെ കാര്യങ്ങൾ ഭഗവാൻ
ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാത്തിനും ഭഗവാൻ ഓരോരോ ദേവതകളെ ഭഗവാൻ അതിനെല്ലാം നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അവരാണ് നമ്മൾ പറയുന്ന ഈ ദേവന്മാര്. ഇപ്പൊ അഗ്നിദേവനുണ്ട്, വരുണദേവനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, ഇന്ദ്രനുണ്ട്, കുറെ ദേവന്മാരുണ്ട് അല്ലെ. അപ്പൊ ഇവരൊക്കെ ആര് തന്നെയാണ്? ഇവരും ജീവാത്മാക്കളാണ്. മനുഷ്യരുൾപ്പെടെ താഴ്ന്ന തരം ജീവസത്തുകൾ തടസ്സ ശക്തിയിൽപ്പെടുന്നു. അപ്പൊ ദേവന്മാരും മനുഷ്യരും എല്ലാം എന്തിൽ വരുന്നതാണ്? ഈ ജീവാത്മാക്കളിൽ വരുന്നതാണ്. ഇതൊക്കെ തടസ്സ ശക്തിയാണ്. ഭൗതിക ലോകം ഭഗവാന്റെ ബാഹ്യശക്തിയുടെ സൃഷ്ടിയും ആധ്യാത്മിക വ്യോമത്തിലുള്ള സ്വധാമം ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ ആവിഷ്കാരമാണ്. അപ്പൊ ഭൗതിക ലോകം ആരുടെ നിയന്ത്രണത്തിലാണ്? ബാഹ്യശക്തിയുടെ നിയന്ത്രണത്തിലാണ്. ബാഹ്യശക്തിയാണ് അത് സൃഷ്ടിക്കുന്നത്. ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഈ ഭൗതിക ലോകത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഭഗവാന്റെ ബാഹ്യശക്തിയുടെ നിയന്ത്രണത്തിലാണ്. ആധ്യാത്മിക ലോകം ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. ഭഗവാന്റെ പലതരത്തിലുള്ള ചൈതന്യം എല്ലാ സ്ഥലത്തും തന്റെ ശക്തിവിശേഷങ്ങളിലൂടെ സർവത്ര വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഭഗവാന്റെ ചൈതന്യം എല്ലാ സ്ഥലത്തും ഭഗവാന്റെ ശക്തിവിശേഷങ്ങളിലൂടെ വ്യാപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശക്തികളെ പരമോന്നത സത്യമായോ പരമപുരുഷനായോ തെറ്റിദ്ധരിക്കരുത്. അവിടുത്തെ രൂപം നഷ്ടപ്പെടുന്ന ധാരണ ശരിയല്ല. നമ്മുടെ പരിമിതമായ ഗ്രഹണ ശക്തിക്ക് അനുസരിച്ച് ഭഗവാനെ പരിമിതപ്പെടുത്തുവാൻ നിവർത്തിയില്ല. അപ്പൊ ഭഗവാന് രൂപം ഇല്ല, രൂപം നഷ്ടപ്പെടുമെന്നൊരു ധാരണ അത് ശരിയല്ല. കാരണം പരിമിതമായ ഗ്രഹണ ശക്തിക്ക് അനുസരിച്ച് നമുക്ക് ഭഗവാനെ പരിമിതപ്പെടുത്താൻ നിവർത്തില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കാണ് പരിമിതി ഉള്ളത്. നമ്മുടെ പരിമിതി അനുസരിച്ച് ഭഗവാന് പരിമിതി ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഭഗവാൻ ആരാണ്? നമ്മൾ പറഞ്ഞു പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ. സർവ്വതിന്റെ നിയന്താവാണ് ഭഗവാൻ. പക്ഷെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കാണ് പരിമിതി ഉള്ളത്. അതുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്താ ധരിക്കുന്നത്? ഭഗവാന് പരിമിതിയുണ്ട്. കാരണം നമുക്ക് കാണാത്തത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു ഭഗവാൻ അവിടെ ഇല്ല. കാരണം നമ്മുടെ ഇന്ദ്രിയത്തിന്റെ പരിമിതിയാണ് നമ്മളെ കൊണ്ട് അത് ചിന്തിപ്പിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അവിടെ ഇല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമ്മളുടെ പരിമിതിയാണത്. വ്യക്തിഗത അംശങ്ങൾക്ക് ഭഗവാന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിലും അവയ്ക്ക് പരിമിതിയുണ്ട്. ഇപ്പൊ നമ്മള് ജീവാത്മാക്കള് ഭഗവാന്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്കുണ്ടെങ്കിലും എന്തുണ്ട്? പരിമിതിയുണ്ട്. നമ്മൾ പറയുന്നുണ്ട് അല്ലെ, ഗുണത്തില് എന്താണ് ഒരേപോലെ ആയിരിക്കാം, പക്ഷെ അളവില് വ്യത്യാസമാണ്. അപ്പൊ എല്ലാ ഗുണങ്ങളും ഭഗവാന്റെ എല്ലാ ലക്ഷണങ്ങളും ജീവാത്മാക്കൾക്ക് ഉണ്ടാവും, പക്ഷെ അതിനെല്ലാം പരിമിതി ഉണ്ടാകും. മാനസിക ഊഹാപോഹം വഴി ഭഗവാന് വ്യക്തിത്വം സ്ഥാപിക്കാനുള്ള വിഫല ശ്രമത്തിനെതിരെ ഈശോപനിഷത്ത് താക്കീത് നൽകുന്നു. ഈശോപനിഷത്ത് ഇവിടെ താക്കീത് നൽകുന്നത് നമ്മള് മാനസികമായിട്ടുള്ള ഊഹാപോഹങ്ങൾ വഴി നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഓരോ ഭഗവാന് വ്യക്തിത്വം സ്ഥാപിക്കാനുള്ള ആ ഒരു ശ്രമം അതിനെതിരെയായിട്ടാണ് ഇവിടെ ഈശോപനിഷത്ത് ഈ മന്ത്രത്തിലൂടെ നമുക്ക് താക്കീത് നൽകുന്നത്. ഭഗവാന്റെ അംശങ്ങളായ ജീവസത്തകൾക്ക് അവിടുത്തെ ഇച്ഛാശക്തിക്ക് വഴങ്ങി പ്രവർത്തിക്കാനുള്ള ശക്തി നൽകിയിരിക്കുന്നു. അപ്പൊ ജീവാത്മാക്കൾക്ക്, ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാക്കൾക്ക് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വഴങ്ങി പ്രവർത്തിക്കാനുള്ള ശക്തി നൽകിയിരിക്കുന്നു. ഈ അംശങ്ങൾ പൂർണ്ണത്തെ സേവിക്കുക എന്ന തന്റെ നിയതകർമ്മം വിസ്മരിക്കുമ്പോൾ മായയിൽ അകപ്പെട്ടതായി കരുതുന്നു. അപ്പൊ ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാക്കൾക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്? സ്വന്തം ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നിയതമായ കർമ്മം നമ്മളത് മറന്നു പോകുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് സംഭവിക്കാണ്? ഇവിടെ നമ്മളെ മായയിൽ അകപ്പെടുന്നു. നമ്മളത് മറന്നു പോകുമ്പോ, നമ്മുടെ കർമ്മം എന്താണെന്ന് നമ്മൾ മറന്നു പോകുമ്പോ നമ്മള് മായയില് അകപ്പെട്ടതായിട്ട് വരാണ് ചെയ്യുന്നത്. എല്ലാ ഭഗവത് ശക്തികളാണെന്ന് ഗ്രഹിച്ച് ബുദ്ധിയുക്തമായി തന്റെ പ്രയത്നവും കർമ്മശേഷിയും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ ബാഹ്യശക്തിയായ മായയുമായുള്ള ബന്ധം കാരണം നഷ്ടപ്പെട്ടതായ മൗലിക ബോധത്തെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. എല്ലാം ഭഗവാന്റെ ശക്തിയാണെന്ന് മനസ്സിലാക്കി ബുദ്ധിയുക്തമായിട്ട് തന്റെ പ്രവർത്തനവും കർമ്മശേഷിയും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോ, എപ്പോഴാണോ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മളത് മനസ്സിലാക്കി നമ്മളത് പ്രവർത്തിക്കുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടാണ്? നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഓർമ്മ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ നമുക്ക് എന്ത് സാധിക്കാണ്? ഭഗവാനുമായിട്ടുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പൂർണ്ണജ്ഞാനം എന്നാൽ ഭഗവാനെ അറിയുക, ഭഗവാനെ അവിടുത്തെ എല്ലാ സവിശേഷതകളും കൂടി അറിയലും അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചും അറിയുക എന്നാണ്. അപ്പൊ നമ്മൾ പൂർണ്ണമായൊരു അറിവ്, ആ ഒരു ജ്ഞാനം നേടാന്ന് വെച്ചാല് ഭഗവാന്റെ നാമരൂപ ഗുണം ലീലകള് അതിനോട് കൂടി ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ മന്ത്രത്തിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് എന്താണ്? ഭഗവാന്റെ മഹത്വത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഭഗവാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു? സ്വധാമത്തിലാണെങ്കിലും ഭഗവാൻ എപ്പോഴും എങ്ങനെയാണെന്ന് പറഞ്ഞു? മനസ്സിനൊക്കെ വേഗത കൂടിയതും എല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ്. ഭഗവാൻ മനസ്സിനേക്കാൾ വേഗത കൂടിയവനാണ്, അതിക്രമിക്കാൻ കഴിയുന്നവനും ശ്രമിക്കാൻ കഴിയുന്നവനാണ്. പിന്നെ ദേവന്മാരുടെ നേതാവാണ്, അധിപനും അതിശയിപ്പിക്കാൻ കഴിയുന്നതാണ് അല്ലെ. അപ്പൊ നമ്മള് ഈ മന്ത്രത്തില് അപ്പൊ പരമസത്യം, അതായത് ഭഗവാൻ ഇവിടെ ഒരു വ്യക്തിയാണെന്ന് ശരിക്കും സൂചിപ്പിച്ചു തരാണ് നമുക്ക് ഈ മന്ത്രത്തിൽ അല്ലെ. കാരണം ഭഗവാൻ നമ്മളെന്താ പറഞ്ഞത്? സ്വധാമത്തിലാണെങ്കിലും ഭഗവാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു? മനസ്സിനേക്കാൾ വേഗത കൂടിയവനാണ്, എല്ലാവരെയും അതിശയിപ്പിക്കുന്നവനാണ്, ദേവന്മാരെയൊക്കെ നിയന്ത്രിക്കുന്നവനാണ്, മഹത്വത്തിൽ എല്ലാവരെയും അതിശയിപ്പിക്കുന്നു നമ്മൾ കണ്ടു അല്ലെ 4ാമത്തെ മന്ത്രത്തില്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഭഗവാൻ ഒരു വ്യക്തിയാണെന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് ഈ മന്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അല്ലെ. അതല്ലാതെ നമുക്ക് വ്യക്തിപരമായിട്ടൊരു സവിശേഷതകൾ ഇല്ലാതെ ഭഗവാൻ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അതുകൊണ്ട് ഈ മന്ത്രത്തിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കി തരാണ് ഇവിടെ? ഭഗവാൻ ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിയർ ആകാണ് ഇരുന്നിട്ട്. ഇനി അടുത്ത അഞ്ചാമത്തെ മന്ത്രം നോക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തദേ ജതി തനൈ ജതി തദൂരേ തദൊന്തിഖേ തദന്തിരസ്യ സർവസ്യ തദു സർവസ്യാസ്യ ബാഹ്യതഃ. തദേ ജതി തനൈ ജതി തദൂരേ തദൊന്തിഖേ തദന്തരസ്യ സർവസ്യ തദു സർവസ്യാസ്യ ബാഹ്യതഃ. തദേ ജതി തനൈ ജതി തദൂരേ തദൊന്തിഖേ തദന്തരസ്യ സർവസ്യ തദു സർവസ്യാസ്യ ബാഹ്യതഃ. അതായത് ഈ മന്ത്രത്തിൽ എന്താ പറയുന്നത്? ഭഗവാൻ ചലിക്കുന്നു, ചലിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ വിദൂരസ്ഥനാണെങ്കിലും സമീപസ്ഥനുമാണ്. സകലതിന്റെയും അകത്തും പുറത്തും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. അതായത് ഇത് ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളാണ് പറയുന്നത്. ഒരേ സമയം തന്നെ ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുകയും ചെയ്യുന്നുണ്ട്, ചലിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഭഗവാൻ വിദൂരസ്ഥനാണ്, സമീപസ്ഥനാണ്. ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? ഗോലോക വൃന്ദാവനത്തിലാണ്. പക്ഷെ നമ്മൾ ഭക്തന്മാര് ഭഗവാൻ ആരാധിക്കുമ്പോ ഭഗവാൻ എവിടെ വരും? നമ്മുടെ ഉള്ളിൽ വരും അല്ലെ. ഭഗവാൻ സമീപസ്ഥനാകും. ഭഗവാൻ സകലത്തിന്റെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ നമ്മുടെ ഉള്ളില് പരമാത്മാ രൂപത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ഈ ഭൗതിക പ്രപഞ്ചം മുഴുവനും ആര് നിറഞ്ഞു നിൽക്കുന്നുണ്ട്? ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഭഗവാൻ ഒരേ സമയം തന്നെ എങ്ങനെയാണ്? എല്ലാത്തിന്റെയും അകത്തുമുണ്ട്, പുറത്തുമുണ്ട്, സമീപസ്ഥനുമുണ്ട്, വിദൂരസ്ഥനുമാണ്. പിന്നെ അതുപോലെ തന്നെ ചലിക്കുന്നുമുണ്ട്, ചലിക്കാതിരിക്കുന്നുമുണ്ട്. ഇതാണ് അഞ്ചാമത്തെ മന്ത്രത്തില് പറയുന്നത്. അതായത് ഭഗവാന്റെ വൈരുദ്ധ്യങ്ങള് നമുക്ക് പറയാം അല്ലെ. ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളാണ് പറയുന്നത്. അതായത് അചിന്ത്യ ശക്തികളാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള ശക്തിയാണ് ഈ പറയുന്നത് മുഴുവൻ. ഭഗവാൻ ചലിക്കുന്നു, ചലിക്കാതിരിക്കുന്നു. ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കും. നമുക്കിപ്പോ നമ്മളെ രീതിയിൽ നമുക്ക് പറയാം, ഒരാൾ നടക്കുന്നുണ്ട്. അതായത് നമുക്ക് പറയാം, സാധാരണഗതിയിൽ ഒരാൾ നടക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് എന്ത് പറയും? നടക്കാൻ കഴിയുമെന്ന് പറയും. ഇല്ലെങ്കിൽ ആൾക്ക് നടക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റും അല്ലെ. നടക്കുന്ന ഒരു വ്യക്തി നടക്കാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് എന്ത് പറയും? അയാൾ നടക്കുന്നുണ്ട് എന്ന് പറയും. നടക്കുന്നില്ല എന്നയാളെ പറയാൻ പറ്റുമോ നമുക്കപ്പോ? ഇല്ല. അപ്പൊ അതെന്തായിട്ട് മാറും? വിരുദ്ധമായിട്ട് പറയും. പക്ഷെ ഭഗവാൻ എന്താണ് പറഞ്ഞത്? ചലിക്കുന്നുണ്ട്, അപ്പൊ അതായത് ഭഗവാന്റെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിശേഷങ്ങളാണ് ഈ പറയുന്നത് മുഴുവൻ അല്ലെ. ഒരേ സമയം ഭഗവാൻ ചലിക്കുന്നു പറയും, ചലിക്കാതിരിക്കുന്നു പറയും. നമ്മള് മനുഷ്യരാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ നടക്കുന്നു എന്ന് പറയും. ആ നടക്കുന്ന വ്യക്തിയെ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റും നമുക്ക്? ആ വ്യക്തിക്ക് നടക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭഗവാനെ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മള് അചിന്ത്യം, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് ഭഗവാന്റെ പ്രവർത്തികൾ. അതുകൊണ്ടാണ് അതിനെ വൈരുദ്ധ്യമായിട്ടുള്ള ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണെന്നാണ് പറഞ്ഞൂടെ അല്ലെ. ഈ മന്ത്രത്തിൽ അഞ്ചാമത്തെ മന്ത്രത്തിൽ എന്താ പറഞ്ഞത്? ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളാണ് പറയുന്നത്. അതായത് നമുക്ക് യുക്തിരഹിതമായിട്ട് പറയാൻ വേണമെങ്കിൽ ഇതൊക്കെ അല്ലെ. കാരണം നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു പറയും, പറയുന്നത് അത് നമ്മുടെ യുക്തികൾക്ക് അപ്പുറത്തായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഭഗവാൻ ചലിക്കുന്നു, ചലിക്കാതിരിക്കുന്നു. ഭഗവാൻ ഒരേ സമയം തന്നെ വിദൂരസ്ഥനാണെങ്കിലും സമീപസ്ഥനുമാണ്.
ഭഗവാൻ എവിടെയാണ്? ഇപ്പൊ നമ്മള് ദൂരാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് അദൂരെ തന്നെയാണ്. അപ്പൊ വിദൂരസ്ഥനെങ്കിലും സമീപസ്ഥനാണ്. പിന്നെ എല്ലാത്തിന്റെയും അകത്തും പുറത്തും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഇത് 5ാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളെ കുറിച്ച്. നമ്മൾ 4 ഭഗവാന്റെ മഹത്വം കണ്ടു, 5 നമ്മൾ ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളാണ് കാണുന്നത്. സർവേശ്വരൻ ചലിക്കുന്നു, ചലിക്കാതിരിക്കുന്നു, വിദൂരസ്ഥനാണെങ്കിലും സമീപസ്ഥനാണ്, എല്ലാറ്റിന്റെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു എന്നാണ് 5ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. മനസ്സിലായോ? പറയാവോ? ഭഗവാൻ ചലിക്കുന്നതും ചലിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ വിദൂരസ്ഥനാണ്, സമീപസ്ഥനാണ്. ഭഗവാൻ സകലതിന്റെ അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. അല്ലേ? അപ്പൊ ഇതാണ് നമ്മളെ ഏത് പറയുന്നത് 5ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത്. അപ്പൊ ഭഗവാൻ ചലിക്കുന്നു, ചലിക്കാതിരിക്കുന്നു, ഭഗവാൻ ഒരേ സമയം തന്നെ വിദൂരസ്ഥനെങ്കിലും സമീപസ്ഥനാണ്, എല്ലാത്തിന്റെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. അതെ. അപ്പൊ അതാണ് 5ാമത്തെ മന്ത്രത്തില് പറയുന്നത്. ചലിക്കുന്നു, ചലിക്കുന്നില്ലതാനും. ഇത്തരം വൈരുദ്ധ്യം അവിടുത്തെ വർണ്ണനാതീതമായ ശക്തിവിശേഷത്തെ വെളിവാക്കുന്നു. നമുക്ക് രൂപമില്ല എങ്കിൽ നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും ഒന്നും തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പൊ ഇതൊക്കെ ഭഗവാൻ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. നമുക്ക് രൂപമില്ലെങ്കിൽ നമുക്ക് ഇരിക്കുന്നതോ നടക്കുന്നതോ ഒന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. ഭഗവാനെ നമുക്ക് കാണാൻ കഴിയാത്തതിന് കാരണം നമ്മുടെ അയോഗ്യത കൊണ്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഭഗവാനെ ഭഗവാന് രൂപമില്ലാത്തതല്ല നമുക്ക് കാണാൻ സാധിക്കാത്തത്. എന്തുകൊണ്ടാണ്? നമുക്ക് അയോഗ്യതയുള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. ഭഗവാൻ ഒരേ സമയം ഭഗവാൻ എന്താണ് പറഞ്ഞത്? ഭഗവാൻ ചലിക്കുന്നുണ്ട്, ചലിക്കാതിരിക്കുന്നുണ്ട്. ഭഗവാന് രൂപമില്ല എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അയോഗ്യത കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. ഭഗവാന് രൂപമില്ലാണ്ടല്ല അത് തോന്നുന്നത്, നമ്മൾ അയോഗ്യരായത് കൊണ്ടാണ്. മായാവാദികൾ ഭഗവാന്റെ അപൗരുഷേയ വ്യാപാരങ്ങൾ മാത്രം സ്വീകരിക്കുകയും സകാര രൂപത്തിലുള്ള ലീലകളെ നിരാകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭാഗവത സമ്പ്രദായക്കാർ ഭഗവാൻ ഒരേ സമയം സകാരനും നിരാകാരനുമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ മായാവാദികൾ എന്ത് ചെയ്യണത്? അപൗരുഷേയ വ്യാപാരങ്ങൾ മാത്രം സ്വീകരിക്കുന്നു. അതായത് നമ്മളെ ഒരു അപൗരുഷേയമായിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മനുഷ്യർക്ക് ചെയ്യാൻ സാധിക്കുന്നതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങള്, അങ്ങനത്തെ ഭഗവാന്റെ പ്രവർത്തികൾ സ്വീകരിക്കുന്നു. ഭഗവാന്റെ സകാര രൂപത്തിലുള്ള ഒരു വ്യക്തി രൂപത്തിലുള്ള ലീലകളെ നിരാകരിക്കുന്നു മായാവാദികള്. പക്ഷെ ഭാഗവത സമ്പ്രദായക്കാര് ഭഗവാൻ ആരാധിക്കുന്ന ഭാഗവത സമ്പ്രദായക്കാർ എന്താ ചെയ്യുന്നത്? ഭഗവാൻ ഒരേ സമയം തന്നെ സകാരനുമാണ് നിരാകാരനുമാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഭഗവാൻ ഒരു വ്യക്തിയുമാണ്, ഭഗവാൻ അതേപോലെ തന്നെ വ്യക്തി രൂപമില്ലാത്തവനാണെന്നും പറയും. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഭഗവാൻ, അല്ലെ? അപ്പൊ ഇവിടെ ഭക്തന്മാരെപ്പോഴും ഭഗവാൻ എങ്ങനെയാണ്? വ്യക്തിയായിട്ട് ആണെന്ന് മനസ്സിലാക്കും. ഒരേ സമയം തന്നെ വൈരുദ്ധ്യമാണത് ഭഗവാന്റെ. നമുക്ക് ഒരേ സമയം ഭഗവാനെ വ്യക്തിയായിട്ടും അല്ലാതെയും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു ഭക്തനെ സംബന്ധിച്ച് ഭക്തന് എന്തറിയാം? ആ പരമസത്യത്തെ പ്രാപിക്കുന്ന 3 കാര്യങ്ങളുണ്ട്, അല്ലെ? ബ്രഹ്മം, പരമാത്മ, ഭഗവാൻ. ഈ ബ്രഹ്മം എന്ന് പറയുന്നതും പരമാത്മാവ് എന്ന് പറയുന്നതും ഭഗവാൻ എന്ന് പറയുന്നതും ആരാണ്? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നുള്ളത് ഭക്തന്മാർക്കറിയാം. അതുകൊണ്ട് ഭക്തന്മാർ ഒരേ സമയം ഭഗവാനെ സകാരനായിട്ടും നിരാകാരനായിട്ടും മനസ്സിലാക്കും. പക്ഷെ മായാവാദികള് ഭഗവാനെ ഏത് രൂപത്തിൽ മാത്രമേ അറിയുന്നുള്ളൂ? അപൗരുഷേയമായ വ്യാപാരങ്ങൾ മാത്രം സ്വീകരിക്കുന്നു, സകാര രൂപത്തില് സ്വീകരിക്കുന്നില്ല. അപ്പൊ ഭഗവാനെ ഒരു വ്യക്തിയായിട്ട് ആര് കാണുന്നില്ല? മായാവാദികൾ കാണുന്നില്ല. അവര് ഭഗവാനെ ആ ബ്രഹ്മത്തിൽ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. സ്വന്തം കണ്ണുകൾ കൊണ്ട് കഴിയുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഭഗവാന്റെ സകാരമായ നിലനിൽപ്പിനെ നമുക്ക് അംഗീകരിക്കാനാവില്ല. അപ്പൊ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കഴിയുന്നില്ല എന്നുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് ഭഗവാന്റെ ആ സാകാരമായിട്ടുള്ള നിലനിൽപ്പിനെ നമുക്ക് അംഗീകരിക്കാനാവില്ല. ഭഗവാന്റെ ധാമം ഭൗതിക അന്തരീക്ഷത്തിന് അതീതമാണ്. ഭൗതിക അന്തരീക്ഷം നമ്മുടെ അളവുകൾക്ക് അതീതമാണ്. പിന്നെ അതിൽ നിന്നും വിദൂരമായ ആത്മീയ അന്തരീക്ഷത്തെ പറ്റി എന്ത് പറയാനാണ്? ഇവിടെ പറയുന്നത് എന്താണ്? അതായത് സ്വന്തം കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയുന്നില്ലെന്നത് കൊണ്ട് തന്നെ ഭഗവാന്റെ സകാരമായ നിലനിൽപ്പിനെ നമുക്ക് അംഗീകരിക്കാനാവില്ല എന്ന വാദഗതിയെ ഭഗവാൻ വിദൂരസ്ഥനാകുമ്പോൾ തന്നെ അവിടുന്ന് സമീപസ്ഥനുമാണെന്ന അനുശാസനത്താൽ ഈശോപനിഷത്ത് ഖണ്ഡിക്കുന്നു. അപ്പൊ ഇവിടെ ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ല.
ഇവിടെ പറയുന്നത് അല്ലെ, സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിൽ ഭഗവാന്റെ സാകാരമായ നിലനിൽപ്പിനെ നമുക്ക് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞ വാദഗതിയെ ഇവിടെ എങ്ങനെയാണ് ഖണ്ഡിക്കുന്നത്? ഭഗവാൻ വിദൂരസ്ഥനാണെങ്കിലും സമീപസ്ഥനുമാണ് എന്ന അനുശാസനം കൊണ്ട് ഈശോപനിഷത്തിലൂടെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ധാമം ഭൗതിക അന്തരീക്ഷത്തിന് അതീതമാണ്. ഭൗതിക അന്തരീക്ഷം പോലും നമ്മുടെ അളവുകൾക്ക് അതീതമാണ്. അപ്പൊ ഭഗവാന്റെ ധാമം എവിടെയാണ്? ഭൗതിക ലോകത്തിന്റെ പുറത്ത്, ആത്മീയ ലോകത്തിന്റെ, വൈകുണ്ഠ ലോകത്തിന്റെ മുകളിലാണ് എന്ത്? ഭഗവാന്റെ ധാമം. അപ്പൊ നമുക്ക് അതീതമായിട്ടുള്ളതാണിത്. ഭൗതികമായിട്ടുള്ള അന്തരീക്ഷത്തിന് അതീതമായിട്ടുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഈ ഭൗതിക ലോകത്തിന് തന്നെ, ഭൗതിക അന്തരീക്ഷത്തിന് തന്നെ ഇത്രയും വ്യാപ്തി ഉണ്ടെങ്കിൽ ആത്മീയ അന്തരീക്ഷത്തെ കുറിച്ച് എന്താ പറയണ്ട? കാരണം നമുക്കറിയാവുന്നതാണ്, 4ൽ 3 ഭാഗം ആത്മീയ ലോകം, 1 ഭാഗം മാത്രം എന്ത് വരുന്നുള്ളൂ? ഭൗതിക ലോകം വരുന്നുള്ളൂ. ഈ ഭൗതിക ലോകം വളരെ ചെറുതാണ്. അത് തന്നെ ഇത്രയുണ്ടെങ്കിൽ അപ്പൊ ആത്മീയ ലോകം എത്രയായിരിക്കും? ആത്മീയ വ്യോമം വിദൂരമാണെന്നും ഭൗതിക ആകാശത്തിൽ നിന്ന് വളരെ അകലെയാണെന്നും ഭഗവത്ഗീത 15:6 സ്ഥിരീകരിച്ചിരിക്കുന്നു. വളരെ അകലെ എന്ന വസ്തുതയ്ക്ക് വിരുദ്ധമായി പ്രഭു പെട്ടെന്ന് ഒരു സെക്കൻഡിനുള്ളിൽ മനസ്സിനേക്കാളോ വായുവിനേക്കാളോ വേഗത്തിനുള്ളിൽ നമ്മുടെ മുന്നിൽ എത്തിച്ചേരാൻ കഴിയുന്നു. ഇവിടെ വളരെ അകലെയാണെന്ന് ഇപ്പൊ പറയുന്നത്, ആത്മീയ വ്യോമം വിദൂരമാണെന്നും ഭൗതിക ആകാശത്തിൽ നിന്ന് വളരെ അകലെയാണെന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്നാൽ വളരെ അകലെ എന്ന വസ്തുതയ്ക്ക് വിരുദ്ധമായി പ്രഭുവിന് പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡിനുള്ളിൽ മനസ്സിനേക്കാളോ വായുവിനേക്കാളോ വേഗത്തിൽ നമ്മുടെ മുന്നിൽ എത്തിച്ചേരാൻ കഴിയുന്നു. ഒരാൾക്കും അതിക്രമിക്കാൻ കഴിയാത്ത വേഗത്തിൽ അവിടെ നിന്നേക്ക് സാധ്യമാണത്. അപ്പൊ അത് ഇത്രയും ദൂരത്തിലാണെങ്കിലും, വിദൂരസ്ഥനാണെങ്കിലും വായുവിനേക്കാൾ വേഗത്തില്, മനസ്സിനേക്കാൾ വേഗത്തില് നമ്മുടെ മുന്നിൽ എത്തിച്ചേരാനായിട്ട് ആർക്ക് സാധിക്കാണ്? ഭഗവാന് സാധിക്കുന്നു. മൂഢന്മാർ ഭഗവാൻ ഒരു സാധാരണ ജീവനെ പോലെ കാണുന്നു. ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളായ ഒരു ശരീരമാണ് അവിടത്തേതെന്ന് പണ്ഡിതന്മാർ വാദിക്കുന്നു. അപ്പൊ മൂഢന്മാർ ഒരു സാധാരണ വ്യക്തിയായിട്ടാണ് ഭഗവാനെ കാണുന്നത്. പിന്നെ ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമായിട്ടുള്ള ഒരു ശരീരമാണ് ഭഗവാന്റേതെന്നാണ് ആര് പറയുന്നത്? അവിടത്തേതെന്ന് പണ്ഡിതന്മാർ വാദിക്കുന്നു. അതായത് എങ്ങനെയുള്ളവരാണ് പറയുന്നത്? മൂഢന്മാരല്ലേ പറയുന്നത്. അവിടുന്ന് അചിന്ത ശക്തി നിറഞ്ഞവനാകിയാൽ അദ്ദേഹത്തിന് ഏതു മാധ്യമത്തിലൂടെയും നമ്മുടെ സേവനം സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഒരു മിനിറ്റ് ഇവിടെ പറഞ്ഞത്, അവിടുന്ന് നശ്വര ജീവനല്ല, മൂഢന്മാരെ ഒരു സാധാരണ ജീവനെ പോലെ കാണുന്ന മൂഢന്മാർ ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനായി കരുതുന്നു. അവിടുന്ന് നശ്വര ജീവനല്ല, ഭൗതിക സ്വഭാവമുള്ള ഭൗതിക പദാർത്ഥങ്ങളെ കൊണ്ട് രൂപപ്പെടുത്തിയ ശരീരവുമായ ഒരു സാധാരണ ജീവനെ പോലെ ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളായ ഒരു ശരീരമാണ് അവിടത്തേതെന്ന് പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്നവർ വാദിക്കുന്നു. പണ്ഡിതന്മാരല്ല, പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്നവർ വാദിക്കുന്നു. അങ്ങനെയാണത്. അവിടെ കംപ്ലീറ്റ് അല്ല സെന്റൻസ് കേട്ടോ. പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്നവർ പറയുന്നത് ഭഗവാന്റെ ശരീരം എങ്ങനെയാണ്? ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമായിട്ടുള്ളതാണ് ഭഗവാന്റെ ശരീരമെന്ന് പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്നവര് വാദിക്കുകയാണ് ചെയ്യുന്നത്. അചിന്ത്യമായ ഭഗവാന്റെ ശക്തികളെ പറ്റി മനസ്സിലാക്കാത്ത അത്തരം വിഡ്ഢികൾ ഭഗവാനെ സാധാരണ മനുഷ്യതലത്തിൽ കാണുന്നു. അപ്പൊ ഇത്തരത്തിലുള്ളവർ ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനായിട്ട്, നമ്മുടെ ശരീരത്തിന്റെ, ഭഗവാന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ശരീരത്തില് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ അവിടെ കുറെ ബ്ലഡ് കാണാൻ പറ്റും, കുറെ ഞരമ്പ് കാണാൻ പറ്റും അല്ലെ? കാരണം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഭഗവാന്റെ ശരീരം എങ്ങനെയാണ്? ഭഗവാന്റെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതല്ല ഭഗവാന്റെ ശരീരം. പക്ഷെ സാധാരണ മനുഷ്യര്, മൂഢന്മാരെന്താ ചിന്തിക്കുന്നത്? ഭഗവാന്റെ ശരീരം സാധാരണ മനുഷ്യന്റേത് പോലെയാണെന്നാണ് ചിന്തിക്കുന്നത്. ഭഗവാന്റെ എന്താണ്? ഭഗവാന്റെ പ്രപഞ്ചം എന്നാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാൻ. അവിടുന്ന് അചിന്ത്യ ശക്തി നിറഞ്ഞവനാകയിൽ അദ്ദേഹത്തിന് ഏത് മാധ്യമത്തിലൂടെയും നമ്മുടെ സേവനം സ്വീകരിക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും, കേൾക്കാനായിട്ട് ചെവി വേണം. നമുക്ക് ഓരോ ഇന്ദ്രിയങ്ങൾ മാത്രമാണ് ഓരോന്നിനും പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, ഏത് മാധ്യമത്തിലൂടെയും സേവനം സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാന്റെ നമുക്ക് അചിന്ത്യമാണെന്ന് പറയാനുള്ള കാരണങ്ങൾ പറയാണ്. കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുള്ളൂ, ഭഗവാന് കണ്ണുകൊണ്ട് കഴിക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും, എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാൻ ഏത് മാധ്യമത്തിലൂടെയും എല്ലാതും പ്രവർത്തിക്കാനായിട്ടും എല്ലാം സ്വീകരിക്കാനായിട്ടും സാധിക്കും. ഊർജങ്ങളുടെ സ്രോതസ് ഭഗവാൻ തന്നെയാകയാൽ ഭഗവാന് സ്വന്തം ഇച്ഛാനുസരണം അതിനെ പരിവർത്തനം ചെയ്യാൻ കഴിയും. അപ്പൊ എല്ലാ ഊർജങ്ങളുടെ സ്രോതസ് എവിടെ നിന്നാണ് വരുന്നത്?
ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് അതിനൊക്കെ പരിവർത്തനം ചെയ്യാനായിട്ടും ഭഗവാന് സാധിക്കും. ഉദാഹരണം, മണ്ണ്, ശില, മരം എന്നിവയാൽ നിർമ്മിതമായ അർച്ചാവിഗ്രഹങ്ങൾ പ്രത്യക്ഷനാകാൻ ഭഗവാന് സാധിക്കും. അപ്പൊ ഭഗവാന്റെ വിഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു, അർച്ചാ വിഗ്രഹങ്ങൾ അല്ലെ, അത് മണ്ണ് കൊണ്ടാകാം, ശില കൊണ്ടാവാം, മരം കൊണ്ടാവാം. ഇതൊക്കെ ആരുടെ എണ്ണയാണ്? ഈ ഭൗതിക പ്രപഞ്ചത്തിലെല്ലാം അതും ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് പരിവർത്തനം നടത്താനായിട്ട് ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. അപ്പൊ ഈ മണ്ണ് കൊണ്ട് ഇപ്പൊ ഭഗവാന്റെ ഒരു ശില ഉണ്ടാക്കി കഴിഞ്ഞാൽ അതില് ആ വിഗ്രഹത്തിൽ പ്രത്യക്ഷനാകാനായിട്ടും ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. ഭൗതികമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രൂപം സ്വീകരിക്കുന്ന അവിടുന്ന് ഭക്തന്മാർ കാക്ഷിക്കുന്ന രൂപത്തിൽ ദർശനം നൽകി വിജയരാജിക്കുന്നു. അപ്പോ നമുക്ക് തോന്നുന്നത് എന്താണത്? ഭൗതികമാണെന്ന്. പക്ഷെ ഭക്തന്മാർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭഗവാന്റെ ദർശനം നമുക്ക് കിട്ടാണ് അവിടെ ചെയ്യുന്നത്. കാരണം നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തില്ല, നമ്മളെ മുന്നിൽ ഭഗവാനെ കാണുന്നില്ല. പക്ഷെ ഭക്തന്മാർ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് എന്താ പറയാ, മരത്തിന്റെ ശിലയിലൂടെ ഭഗവാനെ കാണാനായിട്ട് സാധിക്കുന്നു. മരമാവാം, മണ്ണാവാം, ഏത് ശിലയായാലും അത് അർച്ചാ വിഗ്രഹ രൂപത്തില് നമുക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും. ആരാധനാ വിഗ്രഹ രൂപം ആരാധകന്റെ ഭാവനയ്ക്ക് അനുസരിച്ചല്ല രൂപം കൊള്ളുന്നതും ഈ രൂപം എല്ലാ പരിച്ഛേദങ്ങളോടും കൂടി സനാതനമായി നിലനിൽക്കുന്നതാണ്. അപ്പൊ ഈ ആരാധനാ വിഗ്രഹ രൂപം ആരാധകന്റെ ഭാവനയ്ക്ക് അനുസരിച്ചല്ല അവിടെ രൂപം കൊള്ളുന്നത്. അപ്പൊ ഈ വിഗ്രഹ രൂപം വരുന്നത് ആരാധകന്റെ ഭാവനയ്ക്ക് അനുസരിച്ചല്ല. അതെങ്ങനെയാണ്? എല്ലാ പരിച്ഛേദങ്ങളോടും കൂടി സനാതനമായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പൊ ശരിക്കും നമ്മൾ പറഞ്ഞല്ലോ, ഇതിനു മുന്നത്തിൽ പറഞ്ഞെന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഭഗവാനെ കാണാനായിട്ട് നമ്മളെ ഇന്ദ്രിയങ്ങൾ പരിമിതമായതുകൊണ്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ അർച്ചാ വിഗ്രഹത്തിലൂടെ നമുക്ക് ആ ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കാണ്. അപ്പൊ നമുക്ക് ആ വിഗ്രഹ രൂപം നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചല്ല അവിടെ രൂപം കൊള്ളുന്നത്. ഭഗവാൻ എല്ലാ പരിച്ഛേദങ്ങളോടും സനാതനമായിട്ട് നിലനിൽക്കുന്നത് തന്നെയാണ്. ഭഗവാൻ അവിടെ ഓൾറെഡി ഉള്ളതാണ്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമാണ് ഉള്ളത് അവിടെ. സമർപ്പിതാത്മാക്കൾ അല്ലാത്തവർക്ക് അവിടുന്ന് അതിവിദൂരസ്ഥനും അപ്രാപ്യനും തന്നെ. അർപ്പിതാത്മാക്കൾക്ക് അവിടുന്ന് സദാപ്രാപ്യനാണ്. അപ്പൊ സമർപ്പിതാത്മാക്കള് അല്ലാത്തവർക്ക് ഭഗവാൻ എങ്ങനെയാണ്? വിദൂരസ്ഥനാണ്. ഭഗവാനെ ശരണാഗതി പ്രാപിച്ച ഭഗവാന്റെ ഭക്തന്മാർക്കാണ് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നത്. അല്ലാത്തവർക്ക് ഭഗവാൻ എങ്ങനെയാണ്? അപ്രാപ്യനാണ്. അല്ലാത്തവർക്ക് ഭഗവാനെ അറിയാനോ ഒന്നിനും സാധിക്കില്ല. ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഭഗവാന് ശരണാഗതി പ്രാപിച്ചവർക്കാണ് ഭഗവാൻ പ്രാപ്യനായിട്ടുള്ളത്. അല്ലാത്തവർക്ക് ഭഗവാൻ ഒരിക്കലും പ്രാപ്യനല്ല. സകല ശക്തികളുടെയും ആയതിനാൽ അവിടുന്ന് അതിന്റെ സ്വാധീനത്തിന് വശംവദനാകുന്നില്ല. അതിനാൽ ആ ശക്തിയുടെ ഗുണങ്ങൾ ഒന്നും തന്നെ ബാധിക്കാതെ സ്വന്തം ഇഷ്ടാനുസരണം ആ ഓജസ്സിനെ അവിടത്തേക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ അർത്ഥത്തിൽ ഭഗവാൻ നിർഗുണനാണ്. അപ്പൊ ഭഗവാൻ നമുക്കറിയാം നിർഗുണനാണ്. എന്തുകൊണ്ടാണ് ഭഗവാനെ നിർഗുണൻ എന്ന് പറഞ്ഞത്? ഈ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. ഈ ഗുണങ്ങളൊന്നും ആരെ ബാധിക്കുന്നില്ല? ഭഗവാനെ ബാധിക്കുന്നില്ല. അപ്പൊ എല്ലാ ശക്തികളുടെയും നിയന്താവാണ് ഭഗവാൻ. ആ ശക്തികൾക്ക് ഭഗവാൻ ഒരിക്കലും വശംവദനാകുന്നില്ല. ഇനി ഗുണങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഭഗവാനെ നിർഗുണൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഭഗവാൻ എന്ത് ചെയ്യാൻ സാധിക്കാണ്? ഭഗവാൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു. പക്ഷെ ഭഗവാൻ ഒന്നിന്റെ സ്വാധീനത്തിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളും ഭഗവാനെ ബാധിക്കുന്നില്ല. ഒരു കാലത്തും അവിടുന്ന് അരൂപനല്ല. അവിടുത്തെ അമൂർത്ത ഭാവമായ ബ്രഹ്മജ്യോതി സൂര്യന്റെ രശ്മികൾ സൂര്യദേവന്റെ പ്രഭാപരിവേഷം എന്ന പോലെ അവിടുത്തെ പ്രഭാപരിവേഷമാണ്. അതായത് നമുക്കറിയാം ഭഗവാൻ ഒരിക്കലും എങ്ങനെയല്ല? അരൂപനല്ല. പക്ഷെ ഭഗവാന്റെ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? സൂര്യരശ്മി പോലെയാണ്. സൂര്യദേവന്റെ പരിവേഷം എന്ന പോലെ അവിടുത്തെ പ്രഭാപരിവേഷമാണത്. അതായത് സൂര്യദേവനുണ്ട്, സൂര്യന്റെ രശ്മിയുണ്ട് അല്ലെ. അപ്പൊ സൂര്യദേവന്റെ ആ പ്രകാശമാണ് സൂര്യരശ്മി. അതേപോലെ തന്നെ ഭഗവാന്റെ പ്രകാശമാണ് എന്ത്? ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. പ്രഭു സകലത്തിലും അധിവസിക്കുന്നു. തന്റെ വൈവിധ്യമാർന്ന ശക്തി കൊണ്ട് സകലതും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാത്തിലും ഭഗവാൻ ഉണ്ട്. ഭഗവാന്റെ ശക്തി കൊണ്ട് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്.
അവിടുത്തെ അചിന്തമായ ശക്തി കൊണ്ട് തന്റെ ആത്മാർത്ഥ ഭക്തന്മാർക്ക് വേണ്ടി ഏത് സമയത്തും ഭഗവാൻ പ്രത്യക്ഷനാകുന്നു. അപ്പൊ ഭഗവാന്റെ ശക്തി അചിന്യമാണ്. ആ ശക്തി കൊണ്ട് ഭഗവാൻ എന്താണ്, ഏത് സമയത്തും ഭക്തർ ആഗ്രഹിക്കുമ്പോൾ ഭക്തന്മാരുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനാകും. നരസിംഹ ഭഗവാൻ നാസ്തികനായ രാജാവിന്റെ ആജ്ഞപ്രകാരമല്ല, ഭക്തനായ പ്രഹ്ലാദന്റെ ആഗ്രഹപ്രകാരമാണ് സ്തംഭത്തിനുള്ളിൽ പ്രത്യക്ഷനായത്. ഉദാഹരണം പറയാണ്, ഭഗവാൻ ആരാണ്, നരസിംഹദേവനായിട്ട് അവതരിക്കുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് വന്നത്? ആ ഭക്തപ്രഹ്ലാദന്റെ ആഗ്രഹം കൊണ്ടാണ് ഭഗവാൻ വന്നത്, അല്ലാതെ ആരുടെ ആഗ്രഹം കൊണ്ടായിട്ടല്ല, അസുരന്റെ ഇഷ്ടത്തിനല്ല വന്നത്. പ്രഹ്ലാദന്റെ ആഗ്രഹപ്രകാരമാണ് നരസിംഹ ഭഗവാൻ പ്രത്യക്ഷനായത്. ഒരു ഭക്തന്റെ ആഗ്രഹമാണ് അവിടെ ഭഗവാൻ നോക്കുന്നത്. ഒരു നാസ്തികന് പ്രഭുവിനോട് പ്രത്യക്ഷനാകാൻ ആജ്ഞാപിക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു അസുരന്, നാസ്തികൻ എന്ന് വെച്ചാൽ അസുരൻ, ഒരു അസുരൻ ഒരിക്കലും ഭഗവാനെ പ്രത്യക്ഷപ്പെടാനായിട്ട് ആജ്ഞാപിക്കാനായിട്ട് സാധിക്കില്ല. തന്റെ ഭക്തനോട് കാരുണ്യം കാട്ടാൻ പ്രഭു എവിടെയും ഏത് സമയത്തും പ്രത്യക്ഷപ്പെടും. പക്ഷെ ഒരു ഭക്തനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ആ ഒരു ഭക്തൻ ആവശ്യപ്പെടേണ്ട, ഒരു ഭക്തൻ മനസ്സിൽ ആഗ്രഹിച്ചാല് ഭഗവാൻ ഏത് സമയത്തും എവിടെയും എങ്ങനെയും പ്രത്യക്ഷപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭഗവത്ഗീത 4:8 പറയുന്നു, നാസ്തികരെ നശിപ്പിക്കുന്നതിനും സാധുക്കളെ സംരക്ഷിക്കുന്നതിനും ഭഗവാൻ അവതാരം ചെയ്യുന്നുവെന്ന്. നമുക്കറിയാലോ, 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ എന്താണ്, ശ്ലോകം എന്താണ് പറയുന്നത് 8ാമത്തില്, ഓർമ്മയുണ്ടോ? എന്താണ്, യഥാല്ലോ സർവധർമാൻ പരിത്യജ്, അല്ല ഏതാണ് 8ാമത്തെ ശ്ലോകം? യഥാ യഥാ ഹി ധർമ്മസ്യ ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സുജാമഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധുന വിനാശായ എന്നാണ് പറയുന്നത് അല്ലെ. സാധുക്കളെ രക്ഷിക്കാനും പരിത്രാണായ സാധുന വിനാശായ ദുഷ്കൃതികളെ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതെ, ഇവിടെ പറഞ്ഞത് സാധുക്കളെ സംരക്ഷിക്കാനും ദുഷ്കൃതികളെ നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം ചെയ്യുന്നത്. ആദിപുരുഷനായ ഗോവിന്ദൻ ഭാഗിക ആവിഷ്കാരമായി സകലത്തിലും സ്ഥിതി ചെയ്യുന്നുവെന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. അവിടുന്ന് പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും പ്രവേശിക്കുന്നു. അപ്പൊ ബ്രഹ്മസംഹിതയിലും പറയുന്നുണ്ട്. എന്താണ്, നമുക്കറിയില്ല എന്താണ് പറയുന്നത്. ബ്രഹ്മസംഹിതയിലെ വരിയതാണ്, ഓർമ്മയുണ്ടോ? പറഞ്ഞല്ലോ, ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ഫസ്റ്റത്തെ വരി എന്താണ്? അതിന്റെ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അതിന്റെ ആദ്യത്തെ വരി എന്താണ്? ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാത്തിനും കാരണമായിട്ടുള്ള ഭഗവാൻ അല്ലെ. ആ ഗോവിന്ദനെയാണ് ഗോവിന്ദനെയാണ് ബ്രഹ്മാവ് സ്തുതിക്കുന്നത്. ആദിപുരുഷനായ ഗോവിന്ദൻ ഭാഗിക ആവിഷ്കാരമായി സകലത്തിലും സ്ഥിതി ചെയ്യുന്നു. സർവകാരണ കാരണം, എല്ലാത്തിനും കാരണനായിട്ടുള്ള ഭഗവാനെയാണ് ബ്രഹ്മാവ് അവിടെ സ്തുതിക്കുന്നത്. അപ്പൊ പ്രപഞ്ചത്തില് നമുക്കറിയാം ഓരോ അണുവിലും ആരുണ്ട്? ഭഗവാനുണ്ട്. ഭഗവാന്റെ ആ അചിന്യമായ ശക്തിയാണ് എല്ലാവരുടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അന്തര്യാമിയായി എല്ലാറ്റിനും സാക്ഷിയായി ഉള്ളിൽ സ്ഥിതി ചെയ്യുകയും നമ്മുടെ കർമ്മങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ആരിയ്ക്കുന്നുണ്ട്? ഭഗവാൻ അന്തര്യാമിയായിട്ട്. ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട്, സാക്ഷിയാണത്. ഭഗവാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും സാക്ഷിയായിട്ട് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. കർമ്മ സാക്ഷിയായി പ്രവർത്തിച്ച് കർമ്മഫലം എല്ലാ കാലത്തും നൽകുന്നു. ഈശ്വരനല്ലാതെ അകത്തും പുറത്തും യാതൊന്നുമില്ല. അപ്പൊ നമ്മള് ചെയ്യുന്ന എല്ലാ കർമ്മത്തിന്റെയും ഫലം എല്ലാ കാലത്തും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആരാണ്? ഭഗവാനാണ്. ഈശ്വരനല്ലാതെ അകത്തും പുറത്തും യാതൊന്നും തന്നെ ഇല്ല. ഇത്തരം നാനാതരം ശക്തികളിൽ ഏകത്വം കാണാം. ഏകാത്മകത ഉണ്ടെങ്കിലും തന്റെ വിഭിന്നങ്ങളായ ജീവാത്മാക്കൾ പരിമിതമായി ആസ്വദിക്കുന്ന എല്ലാ ആനന്ദവും അവിടുന്ന് തന്റെ വ്യക്തി രൂപത്തിൽ അപരിമിതമായി ആസ്വദിക്കുന്നു. അപ്പോ ഭഗവാൻ ഇവിടെ എല്ലാ ശക്തികളിലും എന്തുണ്ട്? ഭഗവാന്റെ നാനാതരം ശക്തികളിൽ നമുക്ക് ഏകത്വം കാണാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി ഭഗവാൻ എന്താണ്? ഭഗവാന്റെ ജീവാത്മാക്കൾ പരിമിതമായിട്ട് ആസ്വദിക്കുന്ന എല്ലാ ആനന്ദവും ഭഗവാൻ ആ വ്യക്തിഗത രൂപത്തില് അപരിമിതമായിട്ട്, ഭഗവാൻ ഒരു പരിമിതികളില്ലാതെ തന്നെ ഭഗവാനും അവിടെ എന്ത് ചെയ്യാണത്? ഭഗവാനും അതവിടെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, निताय गौर प्रेमानंदे, हरि हरि बोल। हरे कृष्णा।
ഇത് ഭഗവത്ഗീതയിൽ പറഞ്ഞത് തന്നെയാണ് ഇതിൽ പറഞ്ഞു പോണത്. നമുക്കത് അതുകൊണ്ട് അതൊന്നുകൂടി ഭഗവത്ഗീതയുടെ ഒരു ചെറിയ വിഷയം കിട്ടുന്ന പോലെ ആയിരിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പൊ നമുക്ക് വേഗം പറയാൻ പറ്റും, അറിയുന്നതായിരിക്കും നമുക്ക്. ഏതൊക്കെയാണ്? 4, 5 അല്ലേ? അഞ്ചാമത്തെ എടുക്ക. അഞ്ചാമത്തേല പറഞ്ഞ മന്ത്രം എന്താണ് പറഞ്ഞത്? അഞ്ചാമത്തേല് സർവേശ്വരൻ ചലിക്കുന്നതും ചലിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഭഗവാൻ വളരെ വിദൂരസ്ഥനാണ്, സമീപസ്ഥനുമാണ്. സകലതിന്റെ അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ അർച്ചാവിഗ്രഹങ്ങളിൽ പ്രത്യക്ഷനാകാൻ കഴിയുന്നത്. ഭഗവാന്റെ തന്നെ അവതാരമാണ്. ഭൗതികധാമത്തിനേക്കാൾ നിയന്ത്രണത്തിന് അതീതനായാണ്. അത് കാരണം എല്ലാതും ആരുടെ കയ്യിൽ പറഞ്ഞിവിടെ ഭൗതികാന്തരീക്ഷത്തിന് അതീതമായത് കാരണം. അതായത് ഊർജങ്ങളുടെ സ്രോതസ് എല്ലാതും ആരിൽ നിന്ന് തന്നെയാണ് വരുന്നത്? ഭഗവാനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. എല്ലാത്തിന്റെ സ്രോതസ് ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ മണ്ണ്, ശില, മരം ഏതായാലും എല്ലാതും പ്രത്യക്ഷനാകാൻ ഭഗവാന് സാധിക്കും. അതുകൊണ്ടാണ് എല്ലാതും ആരിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ഭഗവാനിൽ നിന്നാണ്, ശക്തിയാണ് ഇതൊക്കെ. മാതാജി, അപ്പം ഭഗവാന് സ്വന്തം ഇച്ഛാനുസരണം പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ പറഞ്ഞു. അതെ, അതുകൊണ്ട് മാതാജിന്റെ ആൻസർ കറക്റ്റ് പറയൂ. അർച്ചാവിഗ്രഹം കൊണ്ട് എന്താണ് അതിന്റെ ഉത്തരം? കറക്റ്റ് പറയൂ മാതാജി. ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിന് അതീതനാണ് അല്ലെ ഭഗവാൻ? ഭഗവാന് സ്വയം അവതരിക്കാൻ സാധ്യമല്ലെന്നും അങ്ങനെ പ്രതിമകളല്ല തന്നെ. അതെവിടെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ വിവിധ ശക്തികളെ സ്വീകരിക്കുന്ന പക്ഷം ഈ വാദത്തിൽ നൽകില്ല. ഭഗവാൻ ഭൗതിക ശക്തിയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനാകുകയാണെങ്കിൽ പോലും ഭൗതിക ഊർജത്തെ ആത്മീയ ഊർജമായിട്ട് പരിവർത്തനം ചെയ്യിക്കാൻ ഭഗവാന് വിഷമമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാന് സാധിക്കുന്നത്? ഭൗതിക ഊർജത്തെ ആത്മീയ ഊർജമാക്കിയിട്ട് മാറ്റാൻ ഭഗവാന് സാധിക്കും. അർച്ചാവിഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ എങ്ങനെയാണ്? അത് ഭൗതികമായിട്ടുള്ളതാണ് അല്ലെ? പക്ഷെ അത് ആത്മീയമാക്കിയിട്ട് മാറ്റാൻ ആർക്ക് സാധിക്കും? ഭഗവാന് സാധിക്കും. ഊർജങ്ങളുടെ സ്രോതസ് ഒന്ന് തന്നെയാകിയാൽ ഭഗവാന്റെ ഇച്ഛാനുസരണം, അടുത്ത വരിയും കൂടി വരുന്നത്. ഊർജങ്ങളുടെ സ്രോതസ് എന്താണ് പറഞ്ഞത്? ഊർജങ്ങളുടെ സ്രോതസ് ഇവിടെ വരി ഒന്ന് തന്നെയാകയാൽ, രണ്ടിന്റെയും സ്രോതസ് എവിടെ നിന്നാണ്? ഈ ഭൗതികം ആത്മീയമായിട്ട് തന്നെയാണ് വരുന്നത്, ഭഗവാനിൽ നിന്ന് തന്നെയാണ് വരുന്നത് അല്ലെ? അപ്പൊ അത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് അതിന് പരിവർത്തനം ചെയ്യാനായിട്ട് ഭഗവാന് സാധിക്കും. അപ്പൊ അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം. ആരുടെ ഒരു മൈക്ക് ഉണ്ടല്ലോ. ഒന്ന്, ഭൗതിക ഊർജത്തെ ആത്മീയ ഊർജമാക്കി മാറ്റാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, അതെ, ഭഗവാൻ ഭൗതിക ശക്തിയുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത് ഭൗതിക ഊർജത്തെ ആത്മീയ ഊർജമായിട്ട് പരിവർത്തനം ചെയ്യാൻ ഭഗവാന് സാധിക്കും. രണ്ട് ഊർജങ്ങളുടെ സ്രോതസ് ഒന്ന് തന്നെയായതുകൊണ്ട് സ്വന്തം ഇച്ഛയ്ക്ക് അനുസരിച്ച് ഭഗവാൻ അത് പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നു. രണ്ടിന്റെ സ്രോതസ് ഭഗവാനിൽ നിന്ന് തന്നെയാണല്ലോ, ആത്മീയമായാലും ഭൗതികമായാലും. അതുകൊണ്ട് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഭഗവാൻ അതിനെ പരിവർത്തനം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് എന്താണ്? നിർഗുണൻ എന്ന്. ഭഗവാൻ എന്തുകൊണ്ടാണ് നിർഗുണൻ എന്ന് വിളിക്കുന്നത്? ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനായതുകൊണ്ട് അല്ലെ? ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനായതുകൊണ്ട് ഭഗവാനെ നിർഗുണൻ എന്ന് വിളിക്കുന്നു. ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനായതുകൊണ്ട്. കഴിഞ്ഞത് നാലാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ മന്ത്രം എന്താ പറയുന്നത്? ഭഗവാൻ സ്വധാമത്തിലാണെങ്കിലും ഭഗവാൻ മനസ്സിനേക്കാൾ വേഗത കൂടിയനും മറ്റുള്ളവരൊക്കെ അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ്.
എല്ലാ ദേവന്മാർക്ക് ദേവന്മാരുടെയും അധിപനും ദേവന്മാർക്ക് അപ്രാപ്യനുമാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ മഹത്വത്തിൽ സകലത്തിനെയും അതിശയിക്കുന്നു. അതായത് അപ്പൊ മനസ്സിലായില്ലേ, നമുക്ക് സ്വധാമത്തിലാണെങ്കിലും മനസ്സിനേക്കാൾ വേഗത കൂടിയവനും മറ്റെല്ലാവരെയും അതിക്രമിക്കുന്നവനുമാണ് ഭഗവാൻ. എല്ലാ ദേവന്മാരുടെയും അധിപനാണ്. അവർക്ക് ഭഗവാൻ എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ, നിയന്താവാണ് ഭഗവാൻ. നിയന്താവും ആയതുകൊണ്ട് എല്ലാവരെയും മഹത്വത്തിൽ അതിശയിപ്പിക്കുന്നവനാണ് ഭഗവാൻ, അല്ലെ? ഇതാണ് നാലാമത്തെ മന്ത്രം പറയുന്നത്. ഭഗവാന്റെ 3 ശക്തികൾ ഏതൊക്കെയാണ്? ശക്തി, ബഹിരംഗ ശക്തി, അന്തരംഗ ശക്തി, അല്ല 3 ശക്തികള്. അന്തരംഗ ശക്തി എന്ന് പറഞ്ഞാല് അന്തരംഗ ശക്തി ആധ്യാത്മിക ലോകം ആരുടെ നിയന്ത്രണത്തിലാണ്? അന്തരംഗ ഭഗവാന്റെ ശക്തി. നിയന്ത്രണത്തിൽ ആധ്യാത്മിക ലോകം. അല്ലേ മാതാജി? അന്തരംഗ ശക്തി ആധ്യാത്മിക ലോകം. തടസ്സ ശക്തി ജീവാത്മാക്കള്, വായു, പ്രകാശം, മഴ, മനുഷ്യന്മാരൊക്കെ തടസ്സ ശക്തികളിൽ പെടുന്നു. ജീവാത്മാക്കളും ഇതിൽ വരുന്നതാണ്, തടസ്സ ശക്തിയിൽ വരുന്നതാണ്. മനുഷ്യന്മാരും അതിൽ ഉൾപ്പെടുന്നു. മനുഷ്യർ. പിന്നെ ബാക്കി ശക്തിയിൽ മഹാമായയിലാണ്, ഭൗതിക ലോകാണ് ബാക്കി ശക്തി. അതെ, നിയന്ത്രിക്കുന്നത് ബാഹ്യ ശക്തിയായിട്ടുള്ള മഹാമായയാണ്. അതെ അതെ അതെ. ഇനി അടുത്തത് പൂർണ്ണജ്ഞാനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത്? ഭഗവാനെ എല്ലാത്തിന്റെയും നിയന്ത്രണമായിട്ട് അറിയുക. മനസ്സിലായില്ല, പറയൂ. അതായത് പൂർണ്ണജ്ഞാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ വിശേഷതകളോടും കൂടി മനസ്സിലാക്കുക. അതായത് ഭഗവാന്റെ നാമരൂപ ഗുണലീലകള് എല്ലാ സവിശേഷതകളോടും കൂടിയിട്ട് ഭഗവാനെ മനസ്സിലാക്കുക. ഭഗവാന്റെ ശക്തികളെ കുറിച്ച്, ഭഗവാന്റെ ലീലകളെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും അറിയുക. അതാണ് പരിപൂർണ ജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വെറുതെ ഭഗവാനെ മനസ്സിലാക്കല്ല, ഭഗവാന്റെ സവിശേഷ ഗുണങ്ങള്, ഭഗവാന്റെ ലീലകള്, അതായത് നാമരൂപ ഗുണ ലീലകളോട് കൂടി ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക ഫുള്ള്. അതിനാണ് പൂർണ്ണത എന്ന്, അല്ലെങ്കിൽ പൂർണ്ണജ്ഞാനം എന്ന് പറയുന്നത്. നാമരൂപ ഗുണലീലകള് പറ്റി മനസ്സിലാക്കും. ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും, കാരണം ഭഗവത്ഗീതയിൽ തന്നെ നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ. നമ്മളത് നോട്ട് ചെയ്ത് വെച്ചാൽ എത്രയും നമ്മൾ കേൾക്കണോ അത് സത്യത്തില് ശ്രീല പ്രഭുപാദർ കുറെ കാര്യങ്ങൾ എല്ലാത്തിലും ഒരേപോലെ പറഞ്ഞ് നമുക്ക് ബോറടിയായിട്ട് തോന്നാം. പക്ഷെ നമ്മൾ മറക്കും പല സ്ഥലത്തും. അപ്പൊ അതിങ്ങനെ ഓരോ പുസ്തകത്തിൽ നമ്മൾ കേട്ട് വരും തോറും നമ്മളെ ഉള്ളിൽ ഉറയ്ക്കും, അല്ലെ? സത്യത്തിൽ അതാണ് സംഭവിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഭാഗവതത്തിൽ പറയുന്നതും ഭഗവത്ഗീതയിൽ പറയുന്നതും ഇതിലൊക്കെ നമ്മൾ നോക്കുമ്പോ കുറെ പോയിന്റ്സ് കോമൺ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും, ഇല്ലേ? തിരിച്ചു കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസത്തിൽ പറയുള്ളൂ, പക്ഷെ കോമൺ ആണ്. പക്ഷെ അത്രയും നമുക്ക് പറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അത് പതിയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ 5 മന്ത്രം നമ്മൾ പഠിച്ചു. ഹരേ കൃഷ്ണ, ഇല്ലേ? പറയാം നമുക്ക്. ഹരേ കൃഷ്ണ വച്ച കൽപ്പത രൂപേശ്ച